പിന്നെ കോൺഗ്രസ്സിന് അങ്ങനെ ഫലപ്രദമായ ഒരു നേതൃത്വമില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ CPM അടക്കമുള്ള പാർട്ടികൾ സ്വീകരിച്ച നിലപാട് സുഖക്കുക, എല്ലാവരും അകൈതവുമായിട്ട് സർക്കാരിനും സൈന്യത്തിനും പിന്തുണ പ്രഖ്യാപിച്ചു ഇല്ലേ? CPM അങ്ങനെ ചെയ്ത്, DMK അങ്ങനെയാണ് ചെയ്തത്. ആ സർക്കാരിൻ്റെ വലിയൊരു വിമർശകനായ പാകിസ്ഥാൻ പക്ഷപാതി എന്ന് പോലും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന OIC അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അങ്ങനെയാണ് നിലപാടെടുത്തത്. മമതാ ബാനർജി അങ്ങനെയാണ് നിലപാടെടുത്തത്. ഇവർക്ക് ആർക്കും ഒരു സംശയമില്ല ഇന്ത്യ ഗവൺമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രാപ്തിയെക്കുറിച്ചോ ഒന്നും സംശയമില്ല. സംശയമുള്ളൊരു കൂട്ടർ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ പലരും പല രീതിയിലാണ് അഭിപ്രായം പറയുന്നത്. അതാണ് ഏറ്റവും വലിയ തമാശ. ചിദംബരം പറഞ്ഞത് ബുദ്ധിപൂർവമായ തീരുമാനമാണെന്നാണ്. തരൂർ പറഞ്ഞ് ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നാണ്. മറ്റ് പല നേതാക്കളും ഏതാണ്ട് ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെ പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിലിരിക്കുന്ന ചില അതിബുദ്ധിമാന്മാർ എല്ലാത്തിനും തെളിവ് ചോദിക്കുകയാണ്. അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാവുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരൊറ്റ കൂട്ടരുള്ളൂ. അത് പാകിസ്ഥാനോട് ആശയപരമായിട്ടും മതപരമായിട്ടും ഐക്യമുള്ള 1971 യുദ്ധത്തിലൊക്കെ പാകിസ്ഥാന് ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മത തീവ്രവാദികളും മതമൗലികവാദികളും മതരാഷ്ട്രവാദികളുമാണ്.